ഈ നിൽക്കുന്ന നിന്റെ ഭാര്യ എന്നെ ഇതിനകത്തിട്ട് കഷ്ടപ്പെടുത്തുന്നത് കണ്ടിട്ടും കണ്ണടച്ചു കൊടുക്കുന്നതല്ലാതെ ഒരു വാക്ക് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ നീ? ഉർവശി, നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതെ, ഔട്ട് ഹൗസിലേക്ക് മാറ്റിക്കിടത്തിയ കാര്യമാണെങ്കിൽ എന്നെ കുറ്റം പറയണ്ട. അമ്മയുടെ കയ്യിലെ പാടുകളൊക്കെ കണ്ടപ്പോ എന്തോ പകർച്ചവ്യാധി വന്നു എന്നാ ഞാൻ കരുതിയത്. അത് മറ്റുള്ളവർക്ക് പകരാതെ നോക്കണമല്ലോ. ചെയ്തു പോയ തെറ്റിന് വീണ്ടും വീണ്ടും ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കണ്ട. മുത്തശ്ശി ഞങ്ങൾ കൊണ്ടുപോവാ. തടയാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. ഉണ്ടോടാ ആരെങ്കിലും? ഇത്രേ ഉള്ളൂ നിങ്ങള്. ജീവിച്ച കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളതുകൊണ്ട് അച്ഛനും മുത്തശ്ശിയൊക്കെ നിങ്ങളുടെ മുൻപിൽ തല കുനിച്ചു നിൽക്കും. അതവരുടെ തോൽവിയായിട്ട് കാണണ്ട. കുടുംബത്തിൽ പിറന്നതിന്റെ മഹത്വം അത് തന്നെയാ നിങ്ങൾക്കില്ലാത്തതും. എന്തായിരിക്കും എന്റെ മോളുടെയും വരണ്ട അവസ്ഥ? എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും ശ്യാമേ? എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോഴല്ലേ വീണ്ടും ഇങ്ങനെ? വേറൊന്നും വേണ്ടായിരുന്നു. എനിക്കുള്ളതൊക്കെ അവക്ക് എഴുതി കൊടുത്തിട്ട് ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ടു പോവോ, കൊല്ലോ, എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. ഞാൻ സങ്കടപ്പെടില്ല. ഒരിക്കലും അവര് വന്ന് നമ്മളെ രക്ഷിച്ചതുകൊണ്ട് ഇവരിപ്പോ കൂടുതൽ തയ്യാറെടുപ്പില്ല. ഇതെവിടെ ഈ സ്ഥലമെന്ന് പോലും അറിയില്ല. നാട്ടിലാണെന്ന് ഉറപ്പില്ല. ഇവിടുന്ന് നമ്മൾ ഒരിക്കലും പുറത്തിറങ്ങില്ല. എടുത്തി ഇറങ്ങുമായിരിക്കും. അതിന് ഭഗവാൻ തന്നെ വിചാരിക്കണം. ഒരു തവണ കൂടി മോൾ എന്റെ മുമ്പിലെത്താൻ ഓരോ നിമിഷവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് വരെ, അതുവരെ എനിക്ക് ജീവിച്ചിരിക്കണായിരുന്നു. എടുത്തി കൂടുതൽ സംസാരിക്കേണ്ട ശ്യാമേ. ഇവിടുത്തെ ചുമരിന് പോലും കാതുകളുണ്ട്. ഭഗവാനുണ്ട് എടുത്തി, എല്ലാം കാണുന്നുണ്ട്. എന്നെ എന്റെ മോളെയും ഒരിക്കലും പിരിക്കില്ല. ഞാൻ എന്റെ മോളെ കാണും എടുത്തി. അങ്ങോട്ടിരുന്നോളൂ. ഡോക്ടർ എന്താ മോനെ പറഞ്ഞത്? കുറച്ചു ദിവസമായിട്ട് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ശരീരത്തിലെ ജലാംശം കുറവാണ്. വേറെ കുഴപ്പമൊന്നുമില്ല അച്ഛാ. എന്താ ജയഭാരതി അമ്മ ഇത്? ഭക്ഷണം കഴിക്കാതിരിക്കാന്ന് പറഞ്ഞ എന്റെ കൈയും കാലുമായിരുന്നു ഇവര് രണ്ടുപേരും. ഇവരപ്പുറം ഇപ്പുറം ഉള്ളപ്പോ ഒരു ക്ഷീണവും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ പ്രായം പോലും പറയാൻ ഇവര് സമ്മതിക്കുമായിരുന്നില്ല. പക്ഷേ ഇവര് പോന്നതോടെ അങ്ങ് തളർന്നു തിരുമേനി. അത് ഞങ്ങൾക്കറിയാം. കണിമംഗലത്തെ ഇവളുടെ സ്നേഹവും കരുതലും ഒക്കെ ജയഭാരതിയമ്മയായിരുന്നു. എന്തോ കഷ്ടകാലം കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി. ഈ ദുഷ്ടത ചെയ്യുന്നവരൊക്കെ കുറച്ചു കാലം കഴിയുമ്പോ മനസ്സിലാക്കും. നന്നായിട്ട് ഭക്ഷണം കഴിക്കാലോ.
വിളമ്പി വയ്ക്കുന്ന ഭക്ഷണം മുത്തശ്ശി വയറ് നിറച്ച് കഴിച്ചോളാം. പോരെ? മനസ്സിന്റെ സമാധാനാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. അതുണ്ടെങ്കിൽ തന്നെ മറ്റു അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ശരിയാണ് തിരുമേനി. അസുഖം വന്നാ ഡോക്ടറുടെ അടുത്ത് പോകാം, മരുന്ന് കഴിക്കാം. പക്ഷേ അസ്വസ്ഥത വന്നാലോ ചുറ്റുമുള്ളവര് നോക്കിയാലല്ലേ മാറ്റാൻ പറ്റൂ. പരമേശ്വരനും പത്മിനിയും ഞാനും ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ആയുസ് ഒടുങ്ങാൻ കാലത്തുള്ള ഈ പരീക്ഷണം ദൈവം നിശ്ചയിച്ചതായിരിക്കും അല്ലേ? ഇത് ദൈവത്തിന്റെ പരീക്ഷണമൊന്നും അല്ല മുത്തശ്ശി, അഹങ്കാരികളായ ചിലരുടെ തീരുമാന. അതിനെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. മോൻ കുഴപ്പത്തിനൊന്നും നിൽക്കണ്ട. ഞാനിപ്പോ നിങ്ങളുടെ കൂടെ പോന്നല്ലോ, അത് മതി. ആ പരമേശ്വരനെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക്. വരുണ മോനെ, അച്ഛാ